ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് നേരിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. PM ശ്രീയിൽ നിങ്ങൾ ഒപ്പുവെക്കുമോ ഇല്ലയോ? എന്താ നയം? ആ നയം ചോദിച്ചാൽ ഈ ഗവൺമെന്റ് ഉരുണ്ട് കളിക്കുന്ന നയമാണ് മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ചോദ്യമാണ്, നിങ്ങൾ നേരിട്ട് ചോദ്യമാണ്. PM ശ്രീയിൽ നിങ്ങൾ ഒപ്പുവെക്കുമോ? കഴിഞ്ഞ 10 വർഷക്കാലത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് വെച്ച ഒരു ഗവൺമെന്റാണ് ഈ കേരളത്തിൽ 10 വർഷം ഉണ്ടായത്. നിങ്ങളിപ്പോ ആ നയം മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്ന നേരിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. വന്ദേ മാതരം ഇന്നലെ കർണാടകത്തിൽ നിങ്ങളുടെ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ആ വന്ദേ മാതരം മുഴുവനായി ആലപിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ തുടർന്ന നയം ഇത് കോൺഗ്രസ് രാജ്യത്തുടനീളം രാഹുൽ ഗാന്ധിയും രാജയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ വന്ദേ മാതരം ഇന്നലെയും മുഴുവനായി എഴുന്നേറ്റ് നിന്ന് കർണാടകയിൽ കേൾക്കാണ്. സാർ, എവിടേക്കാണ് കോൺഗ്രസ് ഈ നാടിനെ കൊണ്ടുപോകുന്നത്? BJPയുടെ ആലയിലേക്ക് നിങ്ങൾ പതിയെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഗവൺമെന്റ് നയവും അവരുമായിട്ടുള്ള തുറന്ന ഡീലാണ് എന്ന് തന്നെയല്ലേ സാർ കാണുന്നത്? ഇവിടെ നേരത്തെ ഒരംഗം പ്രസംഗിക്കുമ്പോൾ പറയാ ED. എന്താ EDയെ കുറിച്ച് നിങ്ങളുടെ നിലപാട്? എന്താ EDയെ കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട്? നേരത്തെ തന്നെ ഈ കേരളത്തിലെ ജനത വ്യക്തമായി മനസ്സിലാക്കിയ ഒരു ഭാഗമുണ്ട്. കോൺഗ്രസിന് വാളയാർത്ഥത്തിനപ്പുറം EDയെ കുറിച്ചൊരു നയം, കേരളത്തിൽ മറ്റൊരു നയം. നിങ്ങളിപ്പോ പരിഹസിച്ചില്ലേ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്? ആ പ്രതിപക്ഷ നേതാവിനെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടാൻ BJP ഉപയോഗിക്കുന്ന ED ഉപയോഗിച്ച് എത്ര കാലമായി ആ കുടുംബത്തെയും പ്രതിപക്ഷ നേതാവിനെയും വേട്ടയാടാൻ ശ്രമം നടത്തുന്നത് നിങ്ങൾ ആഘോഷിക്കുകയാണോ? എന്താ EDയെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എങ്കിൽ ഞങ്ങളൊന്ന് വ്യക്തമാക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാ പിണറായി വിജയൻ പങ്കുവച്ചതുപോലെ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. ഒരു ED വന്നാലും ഒരു വേട്ടയാടം നടത്തിയാലും ഞങ്ങൾക്ക് ഭയമില്ല. പക്ഷേ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ നയവുമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കൂക്കി ഗവൺമെന്റായി മാറാൻ മാസങ്ങൾ പോലും വേണ്ടിവരില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പരിഹസിക്കുന്നവരോട് ഏതൊരു പിന്നോട്ട് പോക്കിലും ഏതൊരു തകർച്ചയിലും ജനങ്ങളെ കരുത്താക്കിക്കൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഏതൊരു മരുഭൂമിയിൽ നിന്നും മുളപൊട്ടി പ്രതീക്ഷയുടെ പച്ചപ്പായി വരിക തന്നെ ചെയ്യും. ഈ കേരളത്തിലെ മണ്ണിൽ കരുത്തോടെ ഇടതുപക്ഷം ഉണ്ടാകും. ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ നയപ്രഖ്യാപനത്തെ എതിർത്തുകൊണ്ട്